വല്ലാതെ വിശക്കുന്നുണ്ട്. ഞാൻ സ്നാക്സ് കൊണ്ട് ഒരു സാൻഡ്വിച്ചും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ശർക്കര കൊണ്ട് അവില് വിളയിച്ച് അടിപൊളി മിൽക്ക് ഷേക്കും ഉണ്ടാക്കി കൂടെ കൊണ്ടുവരാം. ഈ ഹണി ഇവിടെ ഉള്ളപ്പോ മറ്റൊരാൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എന്റെ വക ഞാൻ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കും. പാൻ കിട്ടി. ദേ ഇരിക്കുന്ന ഐസ്ക്രീം. ആഹാ, വല്ലാണ്ട് തണുത്തിരിക്കാനുള്ള ഐസ്ക്രീം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വല്ലാത്ത മധുരമുണ്ട്, അതും കുറച്ചേക്കാം. ഉരുളക്കിഴങ്ങ് മിക്സിയിലിട്ടാലോ? പാവയ്ക്കയും തക്കാളി എടുത്തിടാം. ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കും. കൊള്ളാം. കൂട്ടുകാരെ, ഭക്ഷണം റെഡിയാണ്. നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട് എന്റെ പാചകം? 70 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 70 രൂപ ടോക്ക് ടൈം കിട്ടുമെന്ന് ഒരു തവണയെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. പക്ഷേ ഹണി ഒരു ചെഫായി മാറുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കാൻ കഴിയില്ല. അയ്യോ മുതലാളി, എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടേക്കല്ലേ. ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല. ഈ വീട് ഞാൻ തന്നെ മൊത്തമായിട്ട് വൃത്തിയാക്കിക്കോളാം മുതലാളി. മേഡത്തിന്റെ ഫോട്ടോ കൂടി വൃത്തിയാക്കിയേക്കാം. നീ ഇതെന്തുവാണ് ഈ കാണിക്കുന്നൊക്കെ? നിനക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ചെയ്യുന്നത്. നീ താഴോട്ട് പോകട്ടെ, നിന്നെ ഞാൻ വൃത്തിയാക്കി തരാം. അങ്ങനെ ചെയ്യല്ലേ ഹണി. നീ എന്താ ഇനി ആര് ഷാ വെച്ച് ഒരു വാക്കും പറയരുത്. എങ്ങോട്ടാ പോവേണ്ടത് സാറേ? അല്ല കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ ഓട്ടോറിക്ഷയിൽ വന്നിരിക്കുന്നവരെ ഈ ഫുട്പാത്തിൽ വന്നിരിക്കുന്നത്? ഐഡിയ. ഇനി എല്ലാവരും സായിക്ക് പകരം പായെന്ന് മാത്രം പറഞ്ഞാ മതി. മനസ്സിലായി? സംശയമുണ്ടോ? ഹലോ സണ്ണി. അല്ല സണ്ണി, നീ എന്താ ഇവിടെ? എടാ, നിന്നെ പോലുള്ള ആൾക്കാരുടെ നിന്റെ പേര് കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു കയറുക. ഞാനിവിടെ ഒരു സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഷാമ്പു മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഷാമ്പുവിന്റെ കാര്യമൊക്കെ ഒന്ന് വിടുന്നേ, നമുക്ക് എന്തായാലും പോയി കളിക്കാം. വാ. ഒരു എക്സിബിഷൻ കണ്ടതും കേട്ടതൊക്കെ മതി. ഇനി ഇവിടെ ഒരു എക്സിബിഷനും ഇല്ല, പകരം കവർച്ചയാണ് നടക്കുന്നത്. നഗരത്തിലെ എല്ലാ സാധനങ്ങളും മോഷ്ടിക്കും. അത് TV ആയാലും ഫ്രിഡ്ജ് ആയാലും എന്തൊലക്കയുടെ മൂടായാലും. നിങ്ങളുടെ ഈ സംസാരത്തിൽ നിന്ന് നിങ്ങളൊരു കവർച്ചക്കാരനാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. എടാ, അത് തന്നെയല്ലാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ നഗരം കയ്യേറി ഇത് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പർദീസയാക്കി മാറ്റും ഞാൻ. എന്നാ പിന്നെ പണി തുടങ്ങിക്കോ. അനു, സിനു, ബിനു, സതീഷ്, സുനീഷ്, സുരേഷ്, ചന്ദ്ര, ഇന്ദ്ര, മഹേന്ദ്ര, മോനച്ച, തങ്കച്ച, റോയിച്ച. ആദ്യം നിങ്ങളെ കെട്ടിയിടും, പിന്നെ അടിയോടടി അടിയോടി. ഇതാ ഞാനും വരുന്നു. സോറി.
ആടേ സാമ്രാട്ടിന്റെ മാജിക് ആണ്. നമ്മുടെ വായുടെ തൊട്ട് മുകളിലുള്ള അവയവത്തെ മൂക്കെന്നും ബാക്കിയകത്തെ 32 പല്ലുകൾക്കിടയിലുള്ള അവയവത്തെ നാക്കെന്നും വിളിക്കും. പച്ചക്കറിയിൽ ഏറ്റവും കൈപ്പുള്ള വിഭവത്തെ പാവയ്ക്ക എന്നും വിളിക്കും. കോപമുള്ളവർക്ക് അത് ശമിക്കാൻ കൊടുക്കുന്ന ഫലത്തെ കോവയ്ക്ക എന്നും വിളിക്കും. നല്ല വിശപ്പുണ്ട്. ഇനി നോൺ വെജിനെ കുറിച്ചൊരു കവിത ചൊല്ല്. താങ്ക് യു ഫോർ ദിസ് അവാർഡ്. ഈ അവാർഡ് ഞാൻ എന്റെ മമ്മിക്കും ഡാഡിക്കും കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആശാനെ ഇത് മാജിക് ഷോ അല്ലേ, അല്ലാതെ കവിതാ പാരായണത്തിന്റെ ഷോ ഒന്നും അല്ലല്ലോ. അതാണ് എന്റെ ഗെറ്റപ്പ്. യു പീപ്പിൾ ഷട്ട് അപ്പ്. മാവിൽ മാങ്ങയുണ്ടാവും, പക്ഷെ പ്ലാവിൽ പ്ലാങ്ങയുണ്ടാവില്ല. എന്റർടൈൻമെന്റിനൊപ്പം മാജിക് കാണിക്കുന്നയാളെ ആടേ സാമ്രാട്ട് എന്ന് വിളിക്കുന്നു. യെസ് ഐ ആം. ഇതാ എന്റെ ആദ്യത്തെ മാജിക് കണ്ടോളൂ. ഈ തൊപ്പിയിൽ ഒന്നും തന്നെയില്ല. ഈ പൂക്കൾ ഞാൻ ഈ തൊപ്പിയിലേക്ക് ഇടുകയാണ്. ആമറക്കഡാബ്ര അണ്ടക്കമുണ്ടക്കഡാമുടുക്കടക്കച്ചോ. താങ്ക് യു, താങ്ക് യു. അല്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? കത്ത് കൊടുക്കാൻ വേണ്ടി കാൺപൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഞാൻ. ആമറക്കഡാബ്ര അണ്ടക്കമുണ്ടക്കഡാമുടുക്കടക്കച്ചോ. വരൂ, ഞാൻ നിന്നെ കാൺപൂരിലെത്തിക്കാം. മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതാ കാണൂ എന്റെ അടുത്ത മാജിക്. നമ്മൾ പലപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ സ്വന്തം വേഷം. മാജിക് കാണിക്കുന്നതിലൂടെ എന്റെ മനസ്സിനുണ്ടാകുന്നു സന്തോഷം. 1 2 3. ആമറക്കഡാബ്ര അണ്ടക്കമുണ്ടക്കഡാമുടുക്കടക്കച്ചോ. നിന്നെയൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. നല്ല ഒന്നാന്തരം ക്യാരറ്റ്. ഞാൻ എത്ര നേരമായി ഇത് അന്വേഷിക്കായിരുന്നു. എന്നെ കളിയാക്കുന്നോടാ നീ? നിക്ക്, ഇപ്പൊ നിന്നെ ഞാൻ ശരിയാക്കി തരാം. കൊള്ളാലോ, ഇപ്പൊ കറക്റ്റ് വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ തന്നെയുണ്ട്. എടാ, പച്ചക്കറി വലിച്ചെറിയരുത്. പച്ചക്കറി ഒരിക്കലും ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതെല്ലാം ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കി തരാം. പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? ഇതാ പിടിച്ചോ. അങ്ങനെയല്ല, ജോലിയും കഴിഞ്ഞു. അടിച്ചു 10 രൂപ 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 10 രൂപ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ടിക്കറ്റിന് ഇത്രയും വില കുറവാ? അയ്യോ, ഞാൻ പറഞ്ഞത് ടിക്കറ്റിന്റെ കാശല്ല. അതായത് എന്റെ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ താഴെ പോയി. അതാരെങ്കിലും കണ്ടോന്ന് വിളിച്ച് ചോദിച്ചതാ. വരൂ, ഞാൻ നിങ്ങളെ ഇവിടെ ഗൈഡ് ചെയ്യാം.
എന്തായി മൈസെൽഫ് എട്ടുകാലി മനുഷ്യൻ നിങ്ങളെന്റെ പുറകെ വാ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത ഖന്ന സാർ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, ഖന്ന സാർ വരുന്നത് വരെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാന്നേ. ഉം. ചേട്ടന് ഒരുപാട് കൈയുണ്ടല്ലോ. ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളുടെയും പുറകിൽ ചേട്ടന്റെ ഈ ചുവന്ന കൈ ഉണ്ടാവുമല്ലേ? ഇത് അതുകൊണ്ടൊന്നും അല്ല, ഇത് എട്ടുകാലി വരെയാ, എട്ടുകാലി വര. അടിച്ചു പൊളിച്ചു തിമിർത്തു. അല്ല നീ എപ്പോഴാ സീ ആനിമലായി മാറിയത്? ഒരു പ്രാവശ്യം അബദ്ധത്തിൽ ഞാൻ വെള്ളത്തിൽ വീണു. 5 മിനിറ്റ് നേരം വെള്ളത്തിൽ തന്നെയായിരുന്നു. അപ്പോഴാ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഞാനും ഒരു സീ ആനിമൽ ആയിക്കൂടാന്ന്. അതുകൊണ്ട് പാർട്ട് ടൈം ജോലിയായി ഇതും ചെയ്യും. ജസ്റ്റ് ചില്ലാവുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചൂടാവുന്നത്? ഐസ്ക്രീം ചെക്ക് ചെയ്തിട്ട് തരൂ. എന്നാ വാ തുടങ്ങാം. നിങ്ങൾ എന്നെ വീണ്ടും പിന്തുടർന്ന് ഇവിടം വരെ എത്തിയല്ലേ? ഇനി മതി ഓടിക്കളിച്ചത്, ഞങ്ങളുടെ കാശിങ്ങെടുക്ക്. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല. തീർച്ചയായും ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും. അല്ല ഇതെന്താ സംഭവം? വേഗം പിടിക്കവരെ. ഐഡിയ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ ഇവിടെയാണെങ്കിൽ ഒന്നും തന്നെ ഇരിപ്പില്ലല്ലോ. അയ്യോ ഇതും കാലിയാണ്. എന്നാ പിന്നെ ഇതിൽ നോക്കാം. കൊള്ളാലോ ആപ്പിൾ. ഞാൻ സ്പൈഡിയുടെ മുത്തശ്ശിയാണ്. ഇതെന്റെ ആപ്പിളാ. മറ്റുള്ളവർ വെച്ചിരിക്കുന്ന ആപ്പിൾ എടുത്ത് തിന്നാൻ നിനക്ക് നാണമില്ലേ? എനിക്ക് വിശപ്പും നാണവും ഒരേ സമയത്താണ് വന്നത്. പക്ഷേ ഞാൻ കൂടുതൽ മഹത്വം കൊടുത്തത് വിശപ്പിനാണ്. ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ എന്നെ കടിച്ചല്ലേ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയാക്കി തരാം. വലിയ ആളായിട്ട് വന്നിരിക്കുക എന്നെ കടിക്കാനായിട്ട്. എടാ പണി. അല്ല ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചേ? അയ്യോ ഈ ഗ്ലാസ് എന്താ കയ്യിൽ നിന്ന് മാറാത്തത്? അയ്യോ ഇത് എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചളിയാ രക്ഷിക്കണേ. ഇതെന്താ ഈ റൂമിന് പറ്റിയത്? ഇങ്ങനെ ഇരിക്കുന്നല്ലോ. ഈ മുറി അധികം ഉപയോഗിക്കാത്തോണ്ടായിരിക്കും. ഇത് അതുകൊണ്ടൊന്നും അല്ല, ഇത് എട്ടുകാലി വരെയാ, എട്ടുകാലി വര. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് എട്ടുകാലിയുടെ വലയാണ്. പഴയ സാധനങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഹണിയുടെ തലക്കകത്താണെങ്കിൽ ഇത് ആവശ്യത്തിന് കാണും. ഓടിക്കോ. ദേ മാജിക്കാരന്റെ വീട്. ആരാണെങ്കിലും എന്താണെങ്കിലും എനിക്കെല്ലാവരും ഒന്നാണ്. വന്നാട്ടെ, ഇരുന്നാട്ടെ, പോയാട്ടെ. എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിച്ച ഫിലിം പ്രൊഡ്യൂസറോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പിഷും വീണ്ടും തിരക്ക് തന്നെ റിഹേഴ്സൽ മുടങ്ങി. വേഗം എല്ലാരും പുറത്തോട്ട് പോ. ഹലോ മാജിക്കാരൻ അങ്കിളെ, ഈ ഹണിയെ പഴയതുപോലെ ഒന്ന് ആക്കി തരാൻ പറ്റുമോ?
മുരിക്കിലുണ്ടാകും മുള്ള്, പൂച്ചയുടെ രോമത്തിലുണ്ടാകും ചെള്ള്, സോപ്പ് തേച്ചാൽ പതയും, അമ്മിക്കെല്ലെങ്ങാനും കാലി വീണാലോ എന്റെ അമ്മോ ചതയും, പാട്ട് പാടിയാൽ സമ്മാനമായി കിട്ടും ഫ്ലാറ്റ്, കൊതുകിനെ കൊല്ലാൻ നമ്മൾ ഉപയോഗിക്കും ബാറ്റ്, പെർമിഷൻ ഇല്ലാതെ മറ്റാരെങ്കിലും വീട്ടിൽ കയറാൻ നമ്മൾ അവരോട് പറയും ഗെറ്റ് ഔട്ട്, ദിസ് ഈസ് നോട്ട് റൈറ്റ്. സത്യത്തിൽ ഈ മാജിക്കാരൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവൻ ഇവിടെ ഈ നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്നോട് സോറി പറയണം. ആ പിശു. സായെന്ന് പറഞ്ഞില്ലേ? ഞങ്ങള് പത്രത്തിൽ നിങ്ങളുടെ കടയുടെ പരസ്യം കണ്ടു വന്നതാ. ഈ കട നോക്കി നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. വളരെ നല്ല കാര്യമാണ്. താങ്ക് യു. അയ്യോ, എന്തായി പറ്റിയത്? നിങ്ങളൊക്കെ ചേർന്ന് എന്റെ കടയാകെ നശിപ്പിച്ചല്ലേ? നിങ്ങളുടെ അപ്ലയൻസസ് ഒട്ടും ഫ്രഷ് അല്ല. അതുകൊണ്ട് പച്ചക്കറി വൃത്തിയാക്കുന്നത് പോലെ ഞാനിപ്പം വെള്ളം തളിച്ചു. കൂടാതെ അതിൽ ഷോർട്ട് സർക്യൂട്ടിന്റെ മൈക്രോവേവും പിന്നെ ഹീറ്റർ ബ്ലോവറും ഉണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വേഗം സ്ഥലം വിടാൻ നോക്ക്. നിന്നോട് ആരാടാ പറഞ്ഞ മണ്ട ഹീറ്ററിൽ വെള്ളം ഒഴിക്കാൻ? ആ ഹീറ്റർ ചൂടായി ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് തണുപ്പിച്ചതാ. വാ, ഇനി അടുത്ത കടയിലെങ്ങാനും പോയി നോക്കാം. ഈ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ആവാൻ വന്നതാ. ഓക്കെ, ശരി. ഇന്നത്തോടെ ഈ മ്യൂസിക്കൽ ഷോപ്പ് ഞാൻ അടച്ചു. ഇനി ഹാർഡ്വെയർ ഷോപ്പ് ഞാൻ തുറക്കില്ല. ഞാൻ ഈ ബേക്കറി നിർത്തി. അതിന് ഞങ്ങൾ ഇവിടെ ജോലിയൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പതേ ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. എനിക്കെന്താ എന്റെ കടയടച്ച് വീട്ടിലേക്ക് എനിക്ക് പൊക്കൂടെ? അതെ മച്ചാനെ, എനിക്കൊരു ഐസ്ക്രീം വേണം. നീ തണുത്ത് കഴിക്കണ്ട. നിന്റെ തൊണ്ടയ്ക്ക് ഓൾറെഡി പ്രശ്നമുള്ളതല്ലേ. എടാ, ഈ കാണുന്നതിന്റെ സ്റ്റൈലാണ്, മനസ്സിലായോ നിനക്ക്? ഓക്കെ, ദാ ഐസ്ക്രീം. ഐസ്ക്രീം ചെക്ക് ചെയ്തിട്ട് തരൂ. നീ ആദ്യത്തെ കസ്റ്റമറാണ്, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരെണ്ണം മാത്രം കഴിച്ചങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ടാമത്തേതും കഴിച്ചു നോക്കാം. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ഐസ്ക്രീം കഴിക്കേണ്ടി വന്നു. ഇതിന്റെയൊക്കെ പൈസ തന്നിട്ട് വേണേ പോവാൻ. ഒരു ജിം ട്രെയിനർ എപ്പോഴും ഐസ്ക്രീം കഴിക്കാനേ പാടില്ല. ഈ പോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സും ഇവിടെ ചെയ്യാൻ പറ്റില്ല. എന്റെ പേര് ബിയ ചോപ്ര. ഡോണ്ട് ഡു ജസ്റ്റ് ചിൽ. ഗിവ് മീ 2 ഐസ്ക്രീം. അതും നല്ല ഒന്നാന്തരം ചിൽ. ദാ പിങ്ക് എടുത്തോളൂ. പിന്നെ ആ ബ്ലാക്കും വേണം. പിന്നെ ദാ റെഡ്. അത് കഴിഞ്ഞാൽ ഗ്രീൻ. അയ്യോ, ഇത് ഐസ്ക്രീം അല്ല, എന്റെ കൈയാണ്. എന്താ സംശയമുണ്ടോ? എല്ലാം കൂടി ചേർത്ത് 10-12 ലക്ഷം രൂപയായി. ഡോണ്ട് ഡു ജസ്റ്റ് ചിൽ. ഒരിക്കലും ഞാൻ തരില്ല ബിൽ. ഞാനാണ് പോല ബിയർ. അതുകൊണ്ട് തന്നെ എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള അവകാശം ഐസിലുണ്ട്. നിങ്ങൾ എന്നോട് കാശ് ചോദിക്കരുത്. എങ്ങോട്ടാ ഓടുന്നേ? ഞങ്ങളുടെ കാശും കിടക്ക്. ഇവന്മാരെ എങ്ങനെ ഓടിക്കണമെന്ന് എനിക്കറിയാം. നല്ല രസമുണ്ടായിരുന്നു. ഇനി വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഞങ്ങളുടെ ഐസ്ക്രീം കഴിച്ചിട്ട് ഞാൻ കിട്ടാനെ പണി തരുന്നോ? വെറുതെ വിടരുതവനെ. വേഗം പിടിക്കേ.
അയാളെ വെറുതെ വിട്ടേക്ക്, കിളവനാണ്. ഓടിയാൽ ഇവിടം വരെ ഓടും. നിനക്കെങ്ങനെ അറിയാം അയാൾ കിളവനാണെന്ന്? കണ്ടില്ലേ, മൊത്തം വെളുത്ത മുടിയാ, അപ്പൊ കിളവനായിരിക്കും. മിണ്ടായിരിക്കടാ, അയാളുടെ കൊച്ചിനും ഇതുപോലെ വെളുത്ത മുടിയായിരിക്കും. ആണോ? അതെ ഐസ്ക്രീം കടാ. അച്ഛാതെ എന്റെ ഐസ്ക്രീമും കൊണ്ട് പോയി. ഐസ്ക്രീമിനൊപ്പം സെൽഫി. ദിസ് ഈസ് സെൽഫി ടൈം. ആഹാ, ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാം. ലൈക്ക് ആയിരിക്കും. അടിപൊളി ഐസ്ക്രീം. അയ്യോ, കരടി കൊണ്ടുപോയി. ഓ മൈ ഗോഡ്, വൈ ഗോഡ് വൈ